السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أم المؤمنين حفصة رضي الله عنها قالت أن رسول الله صلى الله عليه وسلم كان إذا أراد أن يرقد وضع يديه اليمنى تحت خذه ثم يقول اللهم قني عذابك يوم تبعث عبادك ثلاث مرار. റവാഹു അബൂ ദാവൂദ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഉറക്കവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ വന്ന പരാമർശങ്ങൾ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചത്. അങ്ങനെ ഒരു വിശ്വാസി പൂർണ്ണമായി ഉളൂ ചെയ്ത് തൻ്റെ വിരിപ്പിൽ വന്നിരുന്ന് ഇന്നലെ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥന ദുആ നടത്തി അയാൾ ഉറങ്ങുകയാണെങ്കിൽ ആ വിരിപ്പിൽ കിടന്നുകൊണ്ട് തന്നെ അയാൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു മരണം നൽകണം എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അയാൾ ഉറങ്ങേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഉറക്കത്തിൻ്റെ സുഖം നുകർന്നു വരുന്ന ആ ഒരു ഘട്ടത്തിൽ പോലും ദുനിയാവ് മറന്ന് ഉറങ്ങുകയല്ല, മറിച്ച് പരലോക ചിന്ത, മരണം, മരണാനന്തരം എന്നീ ചിന്തകൾ മനുഷ്യന്റെ അരികിലേക്ക് കടന്നു വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഒരു വ്യക്തി സ്വർഗം ആശിക്കുന്നവരും നരകം ഭയക്കുന്നവരുമാണ് എങ്കിൽ അയാൾക്ക് മര്യാദക്ക് ഉറങ്ങാൻ കഴിയില്ല. നമുക്കിപ്പോൾ ഉറക്കം നഷ്ടപ്പെടുക, ചെവിയിൽ വല്ലതും കയറണം, വിരിപ്പിൽ വല്ലതും ഭരിക്കണം, അല്ലെങ്കിൽ കൊതുക് പറക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരികമായ അവശതകളോ പ്രയാസങ്ങളോ ഉണ്ടാണ്. മനസ്സിൽ എന്തായിരുന്നാലും ശരി, ഉറക്കം നന്നായിട്ട് മനുഷ്യനെ കാർന്നു തിന്നും. എന്നാൽ നാളെ പരലോക വസതിയെ ഭയപ്പെടുന്ന പ്രവാചകന്മാർ അങ്ങനെ ആയിരുന്നില്ല. നാമും അങ്ങനെ ആകാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം 26-ാമത്തെ സൂറത്ത് ഷുറായിലെ 87-ാമത്തെ ആയത്തിൽ അദ്ദേഹം നടത്തിയ റബ്ബുമായിട്ടുള്ള മുനാജാത്താണ്. അതിൽ ദുആയുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് സവിശേഷമായൊരു വചനം ഇങ്ങനെയാണ്: വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. അല്ലാഹുവേ, ഖിയാമത്ത് നാളിൽ നീ എന്നെ എഴുന്നേൽപ്പിക്കുമ്പോൾ, മനുഷ്യരെ മുഴുവൻ എഴുന്നേൽപ്പിക്കുന്ന റബ്ബ് ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ എന്നെ നീ അപമാനിക്കല റബ്ബേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നതായി കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെയായിരുന്നു. അതിന്റെ വ്യാപ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്ന പരലോക ചിന്തയുടെയും ഭയത്തിന്റെയും ആഴം അളക്കാൻ ഉപകരിക്കുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വിശ്വാസികളുടെ മാതാവും പ്രവാചക പത്നിയുമായ ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി 5045-ാമത്തെ ഹദീസ് നമ്പറായി റിപ്പോർട്ട് ചെയ്തതിൽ കാണാൻ പറ്റും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അറാദ അൻ യർഖുദ, ഉറങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ, വളഅ യദിഹിൽ യുംന, അദ്ദേഹം തന്റെ വലത് കൈ വയ്ക്കും, തഹത ഖദ്ദിഹി, കവിളിന്റെ താഴെ. അപ്പൊ ചെവിയുടെ ഇടയിൽ കൂടി ഇങ്ങനെ തള്ളവിരൽ വരുന്ന രൂപത്തിൽ ബാക്കി 4 വിരൽ ഇങ്ങനെ കണ്ണിനോട് അടുത്ത് വരുന്ന രൂപത്തിൽ ഇങ്ങനെ കവിളിൽ കൈകര വയ്ക്കും. സുമ്മ യഖൂലു, എന്നിട്ട് പറയും. പിന്നെയും പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ലേ തോന്നും. റസൂലുള്ളാഹിക്ക് വേറൊരു പണിയുമില്ലേ, നേരം വെളുത്ത് വൈകുന്നേരം വരെ കടപ്പറയിലും ഈ ദുആ ദുആ ദുആ. അതെ, അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് എന്താ ദുആ ചെയ്യുക? അല്ലാഹുമ്മ ഖിനി വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഞങ്ങളെ. ഇവിടെ റസൂലുള്ളാഹി ഒറ്റക്കാം. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഖിനി, അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തണേ, അദാബക, നിന്റെ ശിക്ഷയിൽ നിന്ന്, യൗമ തബഅസു ഇബാദക്, നിന്റെ അടിമകളെ മുഴുവൻ എഴുന്നേൽപ്പിക്കുന്ന ആ ഒരു ദിവസം. اللهم قني عذابك يوم تبعث عبادك. اللهم قني عذابك يوم تبعث عبادك. ഇങ്ങനെ 3 പ്രാവശ്യം, സലാസ മിറാറൻ, 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലത് കൈ തൻ്റെ കവിളിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അത് നമുക്കും പ്രാവർത്തികമാക്കാം.
ഒരു തെറ്റിന്റെ വെയിലോ കാറ്റോ പൊടിയോ പോലും ഏൽക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 30 പ്രാവശ്യമോ 300 പ്രാവശ്യമോ 3000 പ്രാവശ്യമോ പറഞ്ഞാൽ മതിയാകുമോ? ഇല്ല. നമുക്കത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളില്ലാതെ സലീമായ ഹൃദയത്തോടു കൂടി അവനെ കണ്ടുമുട്ടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും മിത്രാദികളുമായ മുഴുവൻ വിശ്വാസിനികൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന രോഗികളായ ആളുകൾക്ക് അല്ലാഹു ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താക്കത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി നേരിടുന്ന പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാനും അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉൾപ്പെടുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.